ഹായ് ഫ്രണ്ട്സ്, മാസ്മാനാണേ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മലപ്പുറം പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇന്നലെ നമ്മൾ യൂസ്ഡ് കാർസ് ബൈക്സിൻ്റെ ഷോറൂം ചെയ്ത അതേ സെയിം ഷോറൂമാണ് PT യൂസ്ഡ് കാർ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളെ എക്കാലത്തെയും അല്ലെങ്കിൽ യൂസേഴ്സ് നല്ല ഡിമാൻഡ് ചെയ്യുന്ന നല്ല എൻക്വയറി ഉള്ള നല്ല ടയോട്ടേൻ്റെ നല്ല മണിമുത്ത് വണ്ടി കേട്ടോ, ഇന്നോവകൾ. ഒരു ലോ ബഡ്ജറ്റിലുള്ള നല്ല ക്വാളിറ്റി ഇന്നോവകളും അതുപോലെ തന്നെ ചെറുകിട ബീറ്റ്സ്, പിന്നെ നമുക്കൊരു വെൻഡോ അവൈലബിൾ ആണ്. സോ അങ്ങനത്തെ ഒരു നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാറുകളെ പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോയിൽ പോകുന്നത്. ഫ്രണ്ട്സ്, അപ്പം നമ്മളെ പണ്ടൊക്കെ അതർ സ്റ്റേറ്റ് വണ്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ പേടിച്ചിരുന്നു അല്ലേ. നമുക്ക് ചിലപ്പോൾ നല്ല വണ്ടികൾ കിട്ടില്ല, ചിലപ്പോൾ ആക്സിഡൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ മേജർ എൻജിൻ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഉള്ള വണ്ടികളായിരിക്കും കൂടുതൽ നമുക്ക് കിട്ടിയിരുന്നത്. സോ ഇപ്പോൾ നമുക്ക് നല്ല അടിപൊളി ക്വാളിറ്റി ഇല്ല, അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത നല്ല സ്റ്റാൻഡേർഡ് ഉള്ള നല്ല ടോപ്പ് ഇന്നോവ പോലത്തെ നല്ല ടൊയോട്ടയുടെ വണ്ടികളോ അതർ സ്റ്റേറ്റ് വണ്ടികൾ കൂടുതൽ നമ്മൾ കേരളത്തിൽ അവൈലബിൾ ആണ്. അതിനെന്താ കാരണം വെച്ചാൽ നമുക്ക് നേരിട്ട് പോയിട്ട് വരെ വണ്ടി ഇൻസ്പെക്ട് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ അവിടെ ഡീലർമാരെ വെച്ചിട്ട് ഡീലർമാർ തമ്മിൽ കോൺടാക്ട് ചെയ്തിട്ട് നമ്മൾ വണ്ടി പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലേ. സോ കേരളത്തിൽ ഇന്ന് കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്ന നമ്മുടെ മലയാളികൾക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും എക്കാലത്ത് ഇഷ്ടപ്പെടുന്ന ഒരു ബ്രാൻഡാണ് ടൊയോട്ടയുടെ ബ്രാൻഡ് അല്ലേ. അതെന്താ വെച്ചാൽ നമ്മളെ എൻജിൻ ലൈഫ് കൂടുതലാണ്, അതുപോലെ തന്നെ വണ്ടി പെർഫോമൻസ് ആണെങ്കിലും ആയിക്കോട്ടെ, സ്പേസ് ആണെങ്കിലും ആയിക്കോട്ടെ, സേഫ്റ്റിയുടെ കാര്യമാണെങ്കിലും ആയിക്കോട്ടെ, എന്തുകൊണ്ടും നമ്മൾ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന വണ്ടിയാണ് ഈ ടൊയോട്ടയുടെ വണ്ടികൾ. സോ അതർ സ്റ്റേറ്റിൽ നിന്ന് ഇപ്പോൾ നമുക്ക് കൂടുതൽ വണ്ടികൾ അവൈലബിൾ ആയി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പലർക്കും ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലേ, പുറത്ത് പോയിട്ട് അല്ലെങ്കിൽ ഒരു ഹരിയാന രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു ഡൽഹി വണ്ടിയൊക്കെ നമുക്ക് കുറഞ്ഞ റേറ്റിൽ നമുക്ക് എടുക്കണം നല്ല ആഗ്രഹമായിരിക്കും. പക്ഷേ നമുക്ക് അങ്ങോട്ട് പോയിട്ട് എങ്ങനെ അവിടെ കോൺടാക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ വണ്ടി എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ അവിടുത്തെ ഡീലേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പ്രശ്നങ്ങളാവുമോ, നമുക്ക് കുഴപ്പമുള്ള വണ്ടികൾ കിട്ടുമെന്നുള്ള പല ഡൗട്ടോ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോഴും ഇങ്ങനെ പേടിച്ചൊതുങ്ങി വീട്ടിലിരിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ ആൾക്കാരും. സോ ഇവിടെ ഈ ഷോറൂമിൽ എങ്ങനെയാ വെച്ചാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് അവിടുന്ന് നേരെ ഇൻസ്പെക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വണ്ടി ഡെലിവറി വരെ ഇവർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾക്കപ്പോൾ വേറെ പേടിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഇവരോട്, ഈ കടയിലെ ഈ ഓണേഴ്സിനോട് നിങ്ങൾക്ക് ബന്ധപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവർ തന്നെ ഡൽഹി പോയിട്ട് അവർക്ക് കിട്ടുന്ന അതേ റേറ്റിൽ നല്ല ബഡ്ജറ്റ് ഫ്രണ്ടിൽ നല്ല ക്വാളിറ്റി വെഹിക്കിൾസ് നിങ്ങൾക്ക് കൊടുത്തു തരുന്നതായിരിക്കും കേട്ടോ. സോ അങ്ങനെ വല്ല കസ്റ്റമേഴ്സോ അല്ലെങ്കിൽ അങ്ങനെ വല്ല എൻക്വയറി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ. ഞാൻ ഈ ഷോപ്പിൻ്റെ ഓണറുടെ പേരും നമ്പറും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, സോ നമുക്ക് വേഗം വീഡിയോയ്ക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് വെഹിക്കിൾസിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാൻ പോകുന്നത് നമ്മുടെ ഈ ഷോപ്പിൻ്റെ ഓണറാട്ടോ, ഷമീം. നമുക്ക് അപ്പോൾ ചോദിച്ചോക്കാം, ഷമീം ഈ ഷോപ്പ് തുടങ്ങിയിട്ട് ഏകദേശം എത്രയായി? ഷോപ്പ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 7 കൊല്ലമായില്ലേ? 7 കൊല്ലത്തായി. ഓക്കെ, സോ പ്രീമിയം കാർസും ഒക്കെ ചെയ്യുന്നുണ്ട്, എല്ലാ കാറും ചെയ്യുന്നുണ്ട്. നമ്മൾ ഇനി പുറത്തുനിന്ന് വേണമെങ്കിൽ പുറത്തെടുത്ത് കൊടുക്കുകയും ചെയ്യും, കസ്റ്റമർക്ക് ഡയറക്റ്റ് എടുത്ത് കൊടുക്കും അല്ലേ. സോ ഇത് നല്ലൊരു ഓഫറാണ്. പലപ്പോഴും നമുക്ക് അറിയില്ല എങ്ങനെയാണ് പുറത്ത് പോയിട്ട് അതർ സ്റ്റേറ്റ് വണ്ടികളൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യേണ്ടതെന്നല്ലേ. സോ ഇവരോട് കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി അതർ സ്റ്റേറ്റിൽ നിന്ന് വണ്ടികൾ, ഇതിപ്പോൾ ടൊയോട്ടയുടെ വണ്ടി എന്നല്ല, ഏത് ചെറിയ വണ്ടി വലിയ വണ്ടി പ്രീമിയം വണ്ടി എല്ലാ വണ്ടിയും ചെയ്യില്ലേ, എല്ലാ വണ്ടിയും ഇവർ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടുന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് ഇവിടെ എത്തിച്ചേരും കേട്ടോ സാധനം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആദ്യത്തെ വണ്ടി നല്ല കസ്റ്റമർ എൻക്വയറി ഉള്ള, നമുക്ക് എത്ര തപ്പിയാലും അല്ലെങ്കിൽ എത്ര കാശ് കൊടുത്താലും നല്ല വണ്ടി കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു ടൊയോട്ടയുടെ ഇന്നോവ വണ്ടി കേട്ടോ, 7 സീറ്റർ വണ്ടി. സോ ഷമീം, എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2015 മോഡൽ. 2015 മോഡലാണല്ലേ, G2 വേരിയന്റ് വരുന്നത്. ഓക്കെ, ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് അവിടെ സിംഗിൾ, ഇവിടെ സിംഗിൾ. ഓക്കെ, അവിടെ സിംഗിൾ ഇവിടെ സിംഗിൾ. സോ 2 അല്ലേ, സെക്കൻഡ് ഓണർ ആണ് അല്ലേ. ഇത് കിടക്കുന്നത് ഇപ്പോൾ HR രജിസ്ട്രേഷനിലാണ്. നമ്പർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി കസ്റ്റമർ എടുക്കുമ്പോൾ അവർക്ക് കേരള നമ്പറിൽ വണ്ടി കൊടുക്കും അല്ലേ. ഓക്കെ, വേറെ പിന്നെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, ചെറിയ റീപ്ലേസ്മെന്റ് ഉണ്ട്, നല്ല മേജർ ആയിട്ടുള്ള റീപ്ലേസ്മെന്റ് എന്താ, ഗ്ലാസ് എന്തെങ്കിലും ഉണ്ടോ? ഗ്ലാസ് പറഞ്ഞാൽ ഒരു ഈ ഫ്രണ്ട് സൈഡ് ഫെൻഡർ മാത്രം റീപ്ലേസ്മെന്റ്. ഈ ഫ്രണ്ട് റീപ്ലേസ് ആണല്ലേ. മേജർ ആയിട്ട് ആക്സിഡന്റ് ഉള്ളിക്കോ കാര്യങ്ങളൊക്കെ ഒന്നുമില്ലല്ലോ. പിന്നെ ഗ്ലാസുകൾക്ക് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ. ഓക്കെ, അപ്പോൾ 2015 ആണ്. അപ്പോൾ ഓക്കെ, അവിടെ ഇവിടെ സെക്കൻഡ് ഓണർ വണ്ടി ആട്ടോ കിടക്കുന്നത്. കിലോമീറ്റർ എത്ര ഏകദേശം? 1.16. ജെന്യൂൻ ആണോ? നമുക്ക് ഹിസ്റ്ററി അവൈലബിൾ ആണോ? അതിന് അവൈലബിൾ ആണല്ലേ. സോ കുഴപ്പമില്ല കേട്ടോ, നല്ല നീറ്റ് ആൻഡ് ക്ലീനിലുണ്ട്. 2015 മോഡൽ വണ്ടിയാണ്. ഇത് എത്ര നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ്? ഇത് നമ്മൾ 690 ഉള്ളൂ അല്ലേ. പുതിയ ഇൻഷുറൻസ് ഒക്കെ ചെയ്ത് പുതിയ ഇൻഷുറൻസ് ഇപ്പോൾ 1 കൊല്ലത്തേക്കുള്ള ഇൻഷുറൻസ് ഫുൾ ഉണ്ട്. ഓക്കെ, 690. അത് ഫൈനൽ പ്രൈസ് ആണോ? എന്തെങ്കിലും നെഗോഷിയേറ്റ് ചെയ്യോ? ഫൈനലാണ്. നമുക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് നിങ്ങളെ വീഡിയോ ഒന്ന് കണ്ടുവരുന്ന ആൾക്കാർക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം അല്ലേ. അപ്പോൾ ഫ്രണ്ട്സ്, നല്ലൊരു ഓഫറാണ് കേട്ടോ. 2015 മോഡലാണ് ഇന്നോവ വരുന്നത്, V2 വേരിയന്റ് ആട്ടോ വരുന്നത്. ഇത് സെക്കൻഡ് ഓണർ വണ്ടിയാണ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ വണ്ടി എടുക്കുകയാണെങ്കിൽ 690 അല്ലേ, 690. അത് ഫൈനൽ പ്രൈസ് അല്ല,
നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഒന്ന് ഡിസ്കൗണ്ട് ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ എല്ലാ പേപ്പർ മാറ്റേണ്ട ചാർജസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ നോക്കൂലേ? ഓൾറെഡി ഇപ്പോൾ എല്ലാ പേപ്പറും ക്ലിയറിലാണ് കിടക്കുന്നത്. അടിച്ച് ഇപ്പോൾ പുതിയ ഇൻഷുറൻസ് ചെയ്ത് ഇനിയിപ്പോൾ നമ്പർ ആയാൽ മതി. ഓക്കെ, നമ്പർ മാത്രം കിട്ടിയ ആയാൽ മതി. പേരിക്ക് മാറ്റാനുള്ള ചിലവൊക്കെ നമ്മൾ ചെയ്യും. ഓക്കെ. സോ പേരിക്ക് മാറ്റാനുള്ള ചിലവൊക്കെ ഇവർ തന്നെ ചെയ്യുന്ന പറയുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലല്ലേ? ടയേഴ്സ് ഏകദേശം ബാക്ക് ടയേഴ്സ് ഒരു കുറവാണ്. ഏകദേശം ഒരു 30% ഒക്കെ ബാക്ക് ടയർ ഉള്ളൂ. പക്ഷേ ഫ്രണ്ട് ടയർ കുഴപ്പമില്ല കേട്ടോ. ഫ്രണ്ട് ടയർ അത്യാവശ്യം കുഴപ്പമില്ല കാണാൻ. പിന്നെ എക്സ്റ്റേണൽ ആണെങ്കിലും ബോഡി നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അല്ലേ? വലിയ എക്സ്ട്രാ വർക്കോ മീൻസ് പെയിന്റിംഗ് ഒന്നും വന്നിട്ടില്ലല്ലോ. ബമ്പർ കാര്യങ്ങളുള്ള ചെറിയ ടച്ചപ്പും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ അല്ലേ? നമുക്ക് പെട്ടെന്ന് ഇന്റീരിയർ നോക്കി നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ എക്സ്റ്റീരിയർ പോലെ തന്നെ ഇന്റീരിയർ അത്യാവശ്യം തിരക്കിടില്ലാത്ത രീതിയിൽ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ 2015 മോഡൽ വണ്ടിയാണ്. പക്ഷേ ഇന്റീരിയർ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. സോ ആരെങ്കിലും ഇതേപോലെ കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു 2015 മോഡൽ 7 സീറ്റർ ഇന്നോവ നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഇനി ഞാൻ പെട്ടെന്ന് വേണമെങ്കിൽ എഞ്ചിൻ റൂമും കാര്യങ്ങളൊന്ന് കാണിച്ചു തരാം ഫ്രണ്ട്സ്. ഇപ്പോൾ ഇതാട്ടോ നമ്മൾ വണ്ടിയുടെ എഞ്ചിൻ റൂം വരുന്നത്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ. വേറെ തട്ടോ മുട്ടോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്കിവിടെ ഈ ഫെൻഡറാണ് ഇപ്പോൾ ഒരു റീപ്ലേസ് ചെയ്തു എന്ന് പറഞ്ഞത്. പക്ഷേ മേജറായിട്ട് നമ്മൾ അപ്രോണോ കാര്യങ്ങൾക്കോ ഡാമേജോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഇതൊരു 2.5G ഇൻ്റർകൂളർ വണ്ടിയാട്ടോ വരുന്നത്. പിന്നെ ബോണറ്റ് ആണെങ്കിലും തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. സത്യം പറഞ്ഞാൽ ഫ്രണ്ടിൽ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും കഴിഞ്ഞതല്ല. ധൈര്യമായിട്ട് വണ്ടി എടുക്കുക. 2 ഹെഡ്ലൈറ്റ് കുറച്ച് പഴയതായിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് മാറ്റിയാൽ മതിയായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് അടുത്ത് പരിചയപ്പെടുന്ന വണ്ടിയും ഒരു ടൊയോട്ടയുടെ ഇന്നോവ കേട്ടോ. 7 സീറ്റർ ഇന്നോവ വരുന്നത്. ഇതെങ്ങനെയാണ് വരുന്നത് മോഡൽ? ഇത് 2015. ഇത് 2015 മോഡലാണ്. ഓണർഷിപ്പ് വരുന്നത് ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് അല്ലേ? ഓക്കെ. ഏകദേശം എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും? ഇത് ഒന്നിൻ്റെ ഉള്ളിലുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ അല്ലേ? നമുക്ക് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആവും. ഇതിന്റെ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് ഹിസ്റ്ററി ചെക്ക് ചെയ്തോളൂ കേട്ടോ. നിങ്ങൾ അവിടുന്ന് എഞ്ചിൻ ചെക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരിക അല്ലേ? ഓക്കെ. ഇത് G4 ആണല്ലേ വേരിയന്റ്? G4Z കൺവേർട്ട് ചെയ്ത്. G4Z കൺവേർട്ട് ചെയ്താണ് അല്ലേ? ഓക്കെ. ഇത് ഔട്ടർ മാർക്കറ്റ് ഒരു അലോയ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. പിന്നെ ഒരു പ്രൊജക്ടർ വർക്ക് എടുത്തതാണല്ലേ വണ്ടി? നമ്മൾ വണ്ടി എടുത്തിട്ട് പെയിന്റിങ് ഫുള്ള് ചെയ്താണ്. ഓക്കെ. പിന്നെ ഹെഡ്ലൈറ്റ് ഓൾറെഡി ഇത് ഔട്ടർ മാർക്കറ്റ് ആഡ് ചെയ്താണ് അല്ലേ? ഹെഡ്ലൈറ്റ് ടെയിൽ ലാമ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. വണ്ടി അത്യാവശ്യം കാണാൻ കുഴപ്പമില്ല കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. സോ ഇനി എടുക്കുന്ന ആൾക്കാർക്ക് വേറെ മേജർ പണിയോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ വണ്ടി ഇവിടെ പർച്ചേസ് ചെയ്തിട്ട് ഇവർ തന്നെ ഫുള്ള് ഫുള്ള് പെയിന്റും കാര്യങ്ങളൊക്കെ ചെയ്ത് വർക്ക് എടുത്ത വണ്ടിയാണ് കേട്ടോ. ടെയിൽ ലാമ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. പ്രൊജക്ടർ ഹെഡ് ലാമ്പ് ഉണ്ട്. പിന്നെ നമുക്ക് അലോയ് വീൽസ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സെഡിക്ക് കൺവേർട്ട് ചെയ്തതാണ് ഇന്നോവ. സോ നീറ്റ് ആൻഡ് ക്ലീൻ ആണല്ലോ. ഇത് ഓൾറെഡി 52 പട്ടാമ്പിക്ക് രജിസ്റ്റർ ആയിട്ടുണ്ട് അല്ലേ? ഓക്കെ. സോ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഏകദേശം വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്റീരിയറിൽ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. ഒരു ലെതർ ഫിനിഷിലുള്ള നല്ല അടിപൊളി സീറ്റ് കവേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓൾറെഡി എക്സ്ട്രാ ഒരു 9 ഇഞ്ചിൻ്റെ സ്ക്രീൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതൊക്കെ വർക്കിംഗ് അല്ലേ? സ്ക്രീനൊക്കെ ഒക്കെ വർക്കിംഗ് ആണ് അല്ലേ? ഓക്കെ. സോ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ ഗായ്സ്. ഇന്റീരിയറിലൊക്കെ എൻ്റെ ഫേവറേറ്റ് ഒരു കളറാണ് സീറ്റിൻ്റെ കളർ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. സോ നിങ്ങൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഞാൻ പെട്ടെന്ന് എഞ്ചിൻ റൂം ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഫ്രണ്ട്സ്. ഇപ്പോൾ ഇതാട്ടോ നമ്മളെ വണ്ടിയുടെ എഞ്ചിൻ റൂം വരുന്നത്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഇത് നോർമൽ എഞ്ചിനാണ്, ഇൻ്റർകൂളർ അല്ല, നോർമൽ ആട്ടോ വരുന്നത് വണ്ടി. പിന്നെ ഈ സൈഡ് അപ്രോണോ കാര്യങ്ങൾക്കോ റീപ്ലേസ്മെൻറ്റോ തട്ടോ മുട്ടോ ഒന്നുമില്ല. പിന്നെ ഒരു വാറണ്ടി ഉള്ളൊരു പുതിയ ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ കേട്ടോ. ബോണറ്റ് ആണെങ്കിലും റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇതിന്റെ മെയിൻ ഗ്ലാസ് അങ്ങനെ എന്തെങ്കിലും റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? മെയിൻ ഗ്ലാസ് റീപ്ലേസ്മെന്റ് അല്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ കോൺടാക്ട് ചെയ്തോളൂ. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വണ്ടി. ഒരു വർക്കും ഇനി എടുക്കാനില്ല. ടയർ കണ്ടീഷൻ ആണെങ്കിൽ ഫ്രണ്ട് ടയറിൽ ഏകദേശം ഒരു 30-40% മാത്രമേ ടയേഴ്സ് ഉള്ളൂ. ബാക്ക് ടയർ അത്യാവശ്യം ഒരു 60% ടയേഴ്സ് ഉണ്ട് കേട്ടോ. സോ എടുക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ പണിയോ കാര്യങ്ങളോ. ഫ്രണ്ട്സ്, അപ്പോൾ 2015 G4 സെഡിക്ക് കൺവേർട്ട് ചെയ്ത വണ്ടിയാണ്. സോ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. ഇതിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ് 8 രൂപ കേട്ടോ, 8 ലക്ഷം രൂപ. അത് ഫൈനൽ പ്രൈസ് അല്ല. നമ്മളെ സബ്സ്ക്രൈബർ ആണെങ്കിൽ ഒരു നെഗോഷിയേറ്റ് ചെയ്തിട്ട് തരും. നിങ്ങൾ എന്തായാലും വന്നിട്ട് എൻക്വയറി ചെയ്തോളൂ കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത വണ്ടി നമ്മളെ ഇന്നോവ ക്രിസ്റ്റ കേട്ടോ. നമ്മളെ യൂത്തന്മാർക്കും അതുപോലെ തന്നെ ഒരു മിഡിൽ ഏജ്ഡ് ആൾക്കാർക്കാണെങ്കിലും പ്രിഫർ ചെയ്യാൻ പറ്റിയ നല്ല സ്പോർട്ടുള്ള നല്ല ക്ലാസ് ലുക്കുള്ള ഒരു വൈറ്റ് കളറുള്ള ക്രിസ്റ്റ കേട്ടോ. അടുത്തത്
എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2017 മോഡൽ. 2017 മോഡലാണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? ഓക്കെ. ഇതിപ്പോൾ കറന്റ് ഡൽഹിയിലാണ് രജിസ്ട്രേഷൻ കിടക്കുന്നത്. നമുക്ക് ഇനി NOC വേണമെങ്കിൽ NOC കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നമ്പർ ആക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യാം. എത്ര കിലോമീറ്റർ ഓടിയുണ്ട് ഏകദേശം? 1,48,000. 1,48,000 കറക്റ്റ് ഓട്ടാണല്ലേ? സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. സോ 1,48,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളും സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണല്ലേ വണ്ടി? ന്യൂ മോഡലിക്ക് ഫേസ് ലിഫ്റ്റ് ചെയ്താണ്. ഓക്കെ. അതാണ് ഒരു വെറൈറ്റി ലുക്ക് അല്ലേ? ഇതിൻ്റെ ഫ്രണ്ട് നമുക്ക് ന്യൂ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്താണ് കേട്ടോ. എക്സ്ട്രാ മീൻസ് ഈ ഗ്രില്ലും ഫോഗ് ലാമ്പൊക്കെ അഡീഷണൽ വരുന്നതാണ് അല്ലേ? നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി അല്ലേ? പിന്നെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒരു റീപ്ലേസ്മെന്റ് ഇല്ല, ഗ്ലാസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ. G4 അല്ലേ വേരിയന്റ് വരുന്നത്? G4 ആണ് വേരിയന്റ് വരുന്നത് അല്ലേ? സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. സോ ഗൈസ് എക്സ്റ്റേണലൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നല്ല വൈറ്റ് ആൻഡ് ബ്ലാക്കിൽ വരുന്ന നല്ല അടിപൊളി ഇന്നോവ ക്രിസ്റ്റ കേട്ടോ വണ്ടി വരുന്നത്. പിന്നെ ഫ്രണ്ട് ടയർ ആണെങ്കിലും ഏകദേശം ഒരു 75% ടയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ബാക്ക് ടയേഴ്സ് ഏകദേശം ഒരു 65-70% ടയേഴ്സ് ഉണ്ട് കേട്ടോ. സോ എക്സ്റ്റേണൽ ഒന്നും പറയാനില്ല, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇൻറ്റീരിയലും കൂടി ഒന്ന് നോക്കി നോക്കാം. ബാക്കിലേക്ക് വരികയാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല. സോ ഫ്രണ്ട്സ്, ആരെങ്കിലും ഇന്നോവ ക്രിസ്റ്റ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതുപോലെ തന്നെ ഇൻറ്റീരിയലും ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ എഞ്ചിൻ റൂം വേഗം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഫ്രണ്ട്സ്, ഇൻറ്റീരിയലാണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ വണ്ടി. നല്ലൊരു ബ്ലാക്ക് തീമിലാണ് കേട്ടോ ഇൻറ്റീരിയറിലുള്ളത്. സീറ്റ് ആണെങ്കിലും നല്ല ലെതർ ഫിനിഷിലുള്ള നല്ല ബ്ലാക്കിലുള്ള സീറ്റ് കവേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ നീറ്റാണ് കേട്ടോ ഇൻറ്റീരിയൽ. 2017 മോഡലല്ലേ, അതിൻ്റെ പഴക്കം തന്നെ ഉള്ളൂ ഏകദേശം. സോ ആർക്കെങ്കിലും ഒരു ഇന്നോവ ക്രിസ്റ്റ എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. 2017 മോഡലാണ്. സിംഗിൾ ഓണർ ആണ് കേട്ടോ. ജെനുവിൻ കിലോമീറ്റർ ആണ്. ഞാൻ പെട്ടെന്ന് എൻജിൻ റൂം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഇതാട്ടോ വണ്ടിയുടെ എൻജിൻ റൂം വരുന്നത്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. അധികം കിലോമീറ്റേഴ്സ് ഓടിയിട്ടൊന്നുമില്ല. ഏകദേശം 1 lakh സംതിങ് ഓടിയിട്ടുള്ളൂ. അത് ജെനുവിൻ കിലോമീറ്റേഴ്സാണ്. കമ്പനി സർവീസാണ് കേട്ടോ. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ബോണറ്റ് ആണെങ്കിലും തന്നെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. പിന്നെ വണ്ടിയുടെ അപ്രോൺ ഭാഗമാണെങ്കിലോ ഡാമേജോ പരിക്കോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിലും കാര്യമായിട്ടുള്ള മാറ്റങ്ങളോ അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റോ ഒന്നും വന്നിട്ടില്ല. ബമ്പർ മാത്രം പുതിയ ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 2.4G ആണല്ലേ വണ്ടി? ഓക്കെ. സോ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഒരു ഇന്നോവ ക്രിസ്റ്റ അല്ലേ? എന്താ ഇതിന് ചോദിക്കുന്ന റേറ്റ്? ഇത് റേറ്റ് ചോദിക്കണം നമുക്കിങ്ങനെ NOC-ലാണെങ്കിൽ നമുക്കൊരു 13 ചോദിക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. NOC-ലാണെങ്കിൽ വെറും 13 ലക്ഷം അല്ലേ? അത് ലാസ്റ്റ് പ്രൈസ് അല്ലല്ലോ? അല്ല, നമുക്ക് എന്തെങ്കിലും നെഗോഷിയേറ്റ് കൊടുക്കാം. ഇനി NOC-ലല്ലാന്നുണ്ടെങ്കിലോ? അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലായിട്ട് ഇവിടെ നമ്പർ ആക്കാനുള്ള ഒരു എമൗണ്ട് എത്ര വെച്ചാൽ ടാക്സിൻ്റെ എമൗണ്ട് അത്രേ മാത്രമേ വരുള്ളൂ. ഓക്കെ. സോ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഫ്രണ്ട്സ്, അടുത്ത് നമ്മൾ ടൊയോട്ടയുടെ ഒരു സെഡാൻ വണ്ടി കേട്ടോ, എറ്റിയോസ് കിടക്കുന്നത്. ഇതെങ്ങനെ മോഡൽ വരുന്നത്? ഇത് 2013 മോഡൽ. 2013 ആണല്ലേ? ഓണർഷിപ്പ് സെക്കൻഡ്, ഇവിടെ സിംഗിൾ ഓണർഷിപ്പ്. ഇത് പുറം വണ്ടിയാണോ? റീ വണ്ടിയാണല്ലേ? ഇപ്പോൾ കറന്റ് മലപ്പുറം രജിസ്ട്രേഷനിൽ കിടക്കുന്നത്. ഓക്കെ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 180 കമ്പനി സർവീസ്. ഓക്കെ. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഒന്നുമില്ല. ജെനുവിൻ കിലോമീറ്റർ ആണ്. മലപ്പുറം രജിസ്ട്രേഷൻ കിടക്കുന്നു അല്ലേ? പിന്നെ പുതിയ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്താ? ഫ്രണ്ട് ഫേസ് ലിഫ്റ്റ് ചെയ്താണല്ലേ പുതിയ മോഡലിലേക്ക്. പുതിയ ഹെഡ്ലൈറ്റ് ആണ് തോന്നുന്നു അല്ലേ? ഓക്കെ. വണ്ടി അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. എക്സ്റ്റേണൽ വേറെ റീപെയിൻറ്റോ കാര്യങ്ങളോ മേജർ തട്ടോ മുട്ടോ ഒന്നും പറ്റിയിട്ടില്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ. ടയേഴ്സ് ആണെങ്കിൽ ഏകദേശം ഒരു 80% ടയേഴ്സ് ബാക്കിലുണ്ട്. ഒരു 70% ടയേഴ്സ് ഫ്രണ്ടിലുണ്ട് കേട്ടോ. ഇത് GD ആണ് ഓപ്ഷൻ വരുന്നത്. ഡീസൽ വണ്ടി കേട്ടോ എറ്റിയോസ്. ഏകദേശം നമുക്കൊരു 18 to 20 കിലോമീറ്ററിനുള്ളിൽ മൈലേജും നമുക്ക് സുഖമായിട്ട് കിട്ടും. അപ്പോൾ ആരെങ്കിലും ഒരു ലോ ബഡ്ജറ്റിലൊരു സെഡാൻ നോക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കോൺടാക്ട് ചെയ്തോളൂ. ഞാൻ വണ്ടിയുടെ ഇൻറ്റീരിയലും അതുപോലെ തന്നെ എഞ്ചിൻ റൂമും വേഗം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഇൻറ്റീരിയലും അത്യാവശ്യം നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ലെതർ ഫിനിഷിലുള്ള ഒരു അടിപൊളി സീറ്റ് കവേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഇൻബിൽറ്റ് സ്റ്റീരിയോ ആണല്ലേ വരുന്നത്? ഇൻബിൽറ്റ് സ്റ്റീരിയോ ഉണ്ട്. ബാക്കി കുഴപ്പമില്ല. വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. സോ ആരെങ്കിലും ലോ ബഡ്ജറ്റിൽ ഒരു സെഡാൻ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ. ടൊയോട്ട എഞ്ചിൻ ആയതുകൊണ്ട് ഒരു പേടിയും പേടിക്കണ്ട. ഇല്ലല്ലോ, ജെനുവിൻ കിലോമീറ്റേഴ്സ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സോ ഷമീം, എങ്ങനെ റേറ്റ് വരുന്നത്? റേറ്റ് നമ്മൾ 3.5 ചോദിക്കുന്നത്. ഓക്കെ. ഇതിലൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ.
സോ റേറ്റ് ഇപ്പോൾ ആസ്ക് ചെയ്യുന്നത് 3.5 ലക്ഷം രൂപയാണ് കേട്ടോ. അത് ഫൈനൽ പ്രൈസ് അല്ല, എന്തെങ്കിലും നെഗോഷ്യബിളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഈ കാണിച്ച എല്ലാ വണ്ടിക്ക് ഫിനാൻസ് അവൈലബിൾ ആണ് കേട്ടോ. ബാങ്കിങ് ഫിനാൻസും അതുപോലെ തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള ഫിനാൻസും ഒക്കെ അവൈലബിൾ ആണ്. സോ ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഫ്രണ്ട്സ്, ഇപ്പോൾ ഇതാട്ടോ വണ്ടിയുടെ എഞ്ചിൻ റൂം വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. പരിക്കോ കാര്യങ്ങളോ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. പഴയ വന്നിരിക്കുന്ന അതേ ബോണറ്റും അതുപോലെ തന്നെ ഫ്രണ്ട് ബമ്പറും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെയാണ്. പിന്നെ അപ്രോണോ കാര്യങ്ങളോ ഡാമേജോ അല്ലെങ്കിൽ തട്ടോ മുട്ടോ പൊട്ടലോ കാര്യങ്ങളൊന്നുമില്ല. രണ്ട് സൈഡത്തെ അപ്രോണും കാര്യങ്ങളും ഒക്കെയാണ്. സോ നല്ല കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു ഡീസൽ വണ്ടി, ഒരു സെഡാൻ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. റേറ്റ് ചോദിക്കുന്നത് ആസ്കിംഗ് പ്രൈസ് ആണ് 3.5 ലക്ഷം രൂപ. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തതേ നല്ല പവറുള്ള ഒരു ലോ ബഡ്ജറ്റ് വണ്ടി കേട്ടോ. ഷെവർലെറ്റിൻ്റെ ബീറ്റ്. ഇതെങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2012 മോഡൽ. 2012 ആണ്. ഓണർഷിപ്പോ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് അല്ലേ? ഒറിജിനൽ കേരള വണ്ടിയാണ്. പിന്നെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കിലോമീറ്റർ 1,09,000 കിലോമീറ്റർ ഓടിക്കുന്നു. ജെനുവിൻ കിലോമീറ്റർ ആണല്ലേ? ഓക്കെ. ഇത് പെട്രോൾ ആണോ ഡീസലാണോ? ഡീസൽ വണ്ടിയാണ് അല്ലേ? ഓക്കെ. മേജർ സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണല്ലേ? സോ എടുക്കുന്ന ആൾക്ക് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലേ? ഓക്കെ. സോ ആരെങ്കിലും കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു കാർ നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പ്രിഫർ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് കേട്ടോ. ഷെവർലെറ്റിൻ്റെ ബീറ്റ് ഏകദേശം 1.9 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നല്ല അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ എക്സ്റ്റീരിയൽ കാണുന്നത്. പിന്നെ അത്യാവശ്യം നല്ലൊരു കളറാണല്ലേ, റെഡ് കളേഴ്സ്. ഓക്കെ. എങ്ങനെയാണ് ഇത് ചോദിക്കുന്ന റേറ്റ്? ഇത് 1 ലക്ഷം. 1 ലക്ഷം. അത് ഫൈനൽ പ്രൈസ് ആണോ? അല്ല, വന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഡിസ്കൗണ്ട് ചെയ്യാം അല്ലേ? സോ ഫ്രണ്ട്സ്, 1 ലക്ഷം രൂപയാണ് ആസ്ക് ചെയ്യുന്ന പ്രൈസ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഫൈനൽ പ്രൈസ് അല്ല. സോ നമ്മൾ തുടക്കക്കാർ എന്നുള്ളൊരു നിലയിൽ അല്ലെങ്കിൽ 2 വീലേഴ്സിന് 4 വീലർക്ക് അപ്ഗ്രേഡ് ചെയ്ത ഒരാളാണെങ്കിൽ അവർക്ക് പ്രിഫർ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് ഷെവർലെറ്റിൻ്റെ ബീറ്റ് കേട്ടോ. ഞാൻ പെട്ടെന്ന് എഞ്ചിൻ റൂമും അതുപോലെ തന്നെ ഇൻറ്റീരിയൽ ഒന്ന് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാട്ടോ വണ്ടിയുടെ ഇൻറ്റീരിയൽ കാണുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ആ കാലപ്പഴക്കത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഏകദേശം കുഴപ്പമില്ല, 1 ലക്ഷം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ റെഡ് ആൻഡ് ബ്ലാക്കിൽ വരുന്ന സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെയാണ്. വണ്ടിയിൽ ഇപ്പോൾ കറൻ്റ് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എടുക്കാണ്ട് നമ്മളിങ്ങനെ വെച്ചോണ്ടേ കൊണ്ടാണ് കേട്ടോ. സോ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഫുള്ള് ക്ലീൻ ആക്കിയിട്ട് നമ്മളെ വാഷിങ്ങും അതുപോലെ തന്നെ പോളിഷൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വണ്ടി കിട്ടുക കേട്ടോ. സോ ആരെങ്കിലും ഒരു ലോ ബഡ്ജറ്റിൽ വണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഈ 1 ലാക്ക് എന്ന് പറയുന്നത് ഫൈനൽ പ്രൈസ് അല്ല, എന്തായാലും നെഗോഷിയേറ്റ് ചെയ്യും കേട്ടോ. ഓക്കെ. ഇപ്പോൾ ഇതായിട്ട് നമ്മളെ വണ്ടിയുടെ എഞ്ചിൻ റൂം വരുന്നത് അത്യാവശ്യം ഷോർട്ടായിട്ടുള്ള എഞ്ചിൻ റൂമാണ് കേട്ടോ. അങ്ങനെ തിക്കായിട്ട് നിൽക്കുന്ന എഞ്ചിൻ റൂമാണ്. നല്ല പവറുള്ള വണ്ടി കേട്ടോ. ഡീസൽ എഞ്ചിന് വരുന്നത്. ഷെവർലെറ്റിൻ്റെ ബീറ്റ്. അപ്രോണോ കാര്യങ്ങളോ ആക്സിഡൻറ്റോ തട്ടോ മുട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും വന്നിട്ട് തന്നെ അല്ല. സോ നല്ല പവർ സോണിൻ്റെ നല്ലൊരു ബാറ്ററി ഉണ്ട്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. പിന്നെ ബോണറ്റും തന്നെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. സോ താല്പര്യമുള്ളവർ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ. നമ്മൾ കൈയൊക്കെ ഒന്ന് ഓട്ടിപ്പടിക്കാൻ വേണ്ടിയിട്ട് ലോ ബഡ്ജറ്റിൽ ആരെങ്കിലും വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഷെവർലെറ്റ് ബീറ്റ് ഡീസൽ വണ്ടിയാണേ. ഫ്രണ്ട്സ്, അടുത്ത് നമുക്ക് ടൊയോട്ടയുടെ 7 സീറ്റർ ഇന്നോവ കേട്ടോ. ഇതെങ്ങനെയാണ് മോഡൽ വരുന്നത്? ഇത് 2013 മോഡൽ. 2013 ആണല്ലേ? സെഡ് ഓപ്ഷൻ ആണല്ലേ? ഏറ്റവും ടോപ്പ് ഓപ്ഷൻ. ഓക്കെ. ഇത് കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? ഇത് 1.80. 1.80. ജെനുവിൻ കിലോമീറ്റർ ആണോ? ഹിസ്റ്ററി കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. സോ ജെനുവിൻ കിലോമീറ്റേഴ്സ് ആട്ടോ. വണ്ടി അത്യാവശ്യം കുഴപ്പമില്ല. കറൻ്റ് ഇപ്പോൾ ഹരിയാന രജിസ്ട്രേഷൻ അല്ലേ വണ്ടി കിടക്കുന്നത്? ഓക്കെ. പിന്നെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? റീപ്ലേസ്മെന്റ് ഇത് മറ്റേ ബാക്കിലത്തെ ഒരു ഗ്ലാസ് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. ബാക്ക് ഗ്ലാസ് ആണോ? ഓക്കെ. ബാക്ക് ഗ്ലാസ് മാത്രം റീപ്ലേസ് ആയിട്ടുണ്ട് കേട്ടോ. ബാക്കി എക്സ്റ്റേണൽ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ടയേഴ്സ് ആണെങ്കിൽ ഒരു 80% ടയേഴ്സ് ഉണ്ട് കേട്ടോ. പിന്നെ ബമ്പർ കുറച്ച് ഫിനിഷ് ചെയ്യാനുണ്ട്, ടച്ചപ്പ് കാര്യങ്ങളൊക്കെ. അത് നിങ്ങൾ ചെയ്ത് കൊടുക്കുമോ അതോ? നമ്മൾ ചെയ്തിട്ട് സീറ്റ് കവർ, അതേപോലെ ഷെയറിംഗ് കവർ, സീറ്റ് കവർ, ബമ്പർ ടച്ചപ്പ് കാര്യങ്ങൾ ഒക്കെ നമ്മൾ ചെയ്തിട്ടേ കൊടുക്കുള്ളൂ. ഓക്കെ. അപ്പോൾ കറന്റ് ഇപ്പോൾ വണ്ടി ഇപ്പോൾ ഒന്നും ഒരു പണി എടുത്തിട്ടില്ല, അതേപോലെ തന്നെ കൊടുന്ന് നിർത്തിയതാണല്ലേ? സോ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ ബമ്പർ കുറച്ച് ടച്ചപ്പ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ സീറ്റ് കവേഴ്സ്, സ്റ്റെയറിംഗ് കവേഴ്സ് എല്ലാതും ആഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് തരിക. എക്സ്റ്റേണൽ കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി. മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നമുക്ക് 100% ഉറപ്പ് പറഞ്ഞു കൊടുത്തോടെ? നമുക്ക് ഉറപ്പ് പറഞ്ഞു കൊടുക്കാം കേട്ടോ. 2.5 സെഡ് ഓപ്ഷൻ കേട്ടോ. ഏറ്റവും ഫുൾ ഓപ്ഷനാണ് സെഡ് വേരിയൻ്റ് വരുന്നത്. സോ അത്യാവശ്യം കുഴപ്പമില്ല അല്ലേ വണ്ടി. നമുക്ക് എൻജിൻ റൂം അതുപോലെ തന്നെ ഇൻറ്റീരിയർ ഒന്ന് ഞാൻ വേഗം കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഇൻറ്റീരിയറിൽ വലിയ മോശമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഈ സീറ്റ് കവേഴ്സൊക്കെ മാറ്റി ചെയ്തിട്ട് അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കവേഴ്സൊക്കെ മാറ്റി ചെയ്തിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ. അത്യാവശ്യം നീറ്റാണ്. അപ്പോൾ ലോ ബഡ്ജറ്റിൽ ആരെങ്കിലും ഒരു 7 സീറ്റർ ഇന്നോവ നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. വണ്ടി അത്യാവശ്യം തിരക്കടില്ലേ. ഒരു സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് കേട്ടോ കറൻ്റ് കിടക്കുന്നത്. ഫ്രണ്ട്സ്, ഇതാട്ടോ വണ്ടിയുടെ ഇൻറ്റീരിയൽ കിടക്കുന്നത്.
കുഴപ്പമില്ല, നീറ്റാണെന്ന് തന്നെ പറയാം. ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നും വന്നിട്ടില്ല കേട്ടോ. വണ്ടിയുടെ ബോണറ്റ് ആണെങ്കിലും വണ്ടിയുടെ അപ്രോൺ സൈഡ് ആണെങ്കിലും എല്ലാം ഓക്കെയാണ്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി. അപ്പോൾ 2013 വണ്ടി കിടക്കുന്നത്. 2013 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പാണ് കേട്ടോ. ഇത് എത്ര നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ്? ഇത് ഇങ്ങനെ നമ്മൾ ഇവിടെ നമ്പർ ആക്കിയിട്ട് നമ്മളൊരു 890. ഇവിടെ നമ്പർ ആക്കിയിട്ട് 890 കൊടുക്കും അല്ലേ? പുതിയ ഇൻഷുറിൽ പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കും. ഓക്കെ. സോ ഫ്രണ്ട്സ്, അപ്പോൾ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഒരു 7 സീറ്റർ ഒരു 2013 സെക്കൻഡ് ഓണർ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ. ജെനുവിൻ കിലോമീറ്റർ കേട്ടോ. എത്ര കിലോമീറ്റർ? 180 അല്ലേ? ഹിസ്റ്ററിയൊക്കെ അവൈലബിൾ ആണ്. 180 ജെനുവിൻ ഓട്ടമാണ് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലേ. പിന്നെ എടുക്കുന്ന സമയത്ത് ഈ വർക്കും കാര്യങ്ങൾ, ബമ്പറിൻ്റെ ടച്ചപ്പ് കാര്യങ്ങൾ, അതുപോലെ തന്നെ സീറ്റ് കവേഴ്സ് ഫുള്ള് അവർ തന്നെ ചെയ്തു തരും കേട്ടോ. ഓക്കെ. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഫ്രണ്ട്സ്, അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വോൾസ് വാഗൻ്റെ ഒരു സെഡാൻ വണ്ടി കേട്ടോ. വെൻഡോ ആണ് വണ്ടി. വെൻഡോ വരുമ്പോൾ 1.6 അല്ലേ വരിക? TSI അല്ലേ? പെട്രോൾ എഞ്ചിനാണ് വരുന്നത് അല്ലേ? സോ എങ്ങനെ മോഡൽ വരുന്നത്? ഇത് 2013 മോഡല്. 2013 മോഡലാണ്. ഓണർഷിപ്പ്. അതെ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണല്ലേ? ഓക്കെ. KL53 പെരിന്തമണ്ണ രജിസ്ട്രേഷൻ തന്നെയാണല്ലേ വണ്ടി? ഓക്കെ. വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റും ഇല്ല, ഒന്നുമില്ല. കറക്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററി, സെക്കൻഡ് കീ, സെക്കൻഡ് ബുക്ക്, എല്ലാ കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 88,000 കിലോമീറ്റർ അല്ലേ? ജെനുവിൻ കിലോമീറ്റർ ആണല്ലേ? ഓക്കെ. മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ എക്സ്ട്രാ ടച്ചപ്പ്, ഈ ബമ്പറിലൊക്കെ ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ക്ലിയർ ചെയ്തേ കൊടുക്കുള്ളൂ. ഓക്കെ. കസ്റ്റമേഴ്സിനപ്പോൾ ക്ലിയർ ചെയ്തേ കൊടുക്കുള്ളൂ. ഒരു ഔട്ടർ മാർക്കറ്റ് നല്ല അടിപൊളി അലോയ്സ് ചെയ്താണല്ലോ. അലോയ്സ് ലോ പ്രൊഫൈൽ ടയേഴ്സും ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് അലോയ് എത്ര വരും? 16 ഇഞ്ചിൽ വരിക? 17 ഇഞ്ച് അലോയ്സ് ആണ് വരുന്നത്. അത്യാവശ്യം കാണാൻ കുഴപ്പമില്ല കേട്ടോ ഗൈസ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി കിടക്കുന്നത്. 1.6 ആവുകൊണ്ട് നല്ല പെർഫോമൻസ് ഉള്ള വണ്ടിയാവും അല്ലേ? TSI പെട്രോളിൽ KL53 പെരിന്തൽമണ്ണ 1.6. ഡീസലാകുമ്പോൾ എല്ലായിടത്തും അങ്ങനെ കിട്ടും. പെട്രോൾ കുറച്ച് റെയർ ആണ് കേട്ടോ. സോ ആരെങ്കിലും ലോ ബഡ്ജറ്റിൽ ഒരു വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. 2013 വണ്ടിയാണ് കേട്ടോ. ഞാൻ പെട്ടെന്ന് ഇന്റീരിയർ ഭാഗം ഒന്ന് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഈ പ്രൊഫൈൽ വരികയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. സൈഡ് പ്രൊഫൈൽ ആകെപ്പാട് ഒരു അപാകത പറയാനുള്ളത് ഇവിടെ ചെറിയൊരു ടച്ചപ്പ് വന്നിട്ടുണ്ട് അല്ലേ? ഇതിപ്പോൾ ജസ്റ്റ് അത് പെയിന്റിങ് മാത്രമേ പെയിന്റിങ് ഉള്ളൂ അല്ലേ? ഓക്കെ. ചെറിയൊരു ടച്ചപ്പ് ആട്ടോ ഗൈസ്. ഓക്കെ. സോ ആരെങ്കിലും വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇവർ ഫുള്ള് ഇത് പെയിന്റിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ ടച്ചപ്പും പോളിഷും ഒക്കെ ചെയ്തിട്ട് തന്നെ ആയിരിക്കും കേട്ടോ വണ്ടി നിങ്ങൾക്ക് സെയിൽ ചെയ്യുക. പെട്ടെന്ന് ഇന്റീരിയർ ഭാഗം നോക്കിക്കോളൂ. ഇന്റീരിയർ ഭാഗം അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. ഇൻബിൽഡ് സ്റ്റീരിയോ തന്നെയാണല്ലേ അത് വരുന്നത്? ഓക്കെ. എക്സ്റ്റേണൽ പോലെ തന്നെ ഇന്റീരിയലും കുഴപ്പമില്ല കേട്ടോ. നീറ്റാണ്. ഇതെങ്ങനെ റേറ്റ് വരുന്നത്? ഇത് 290 അല്ലേ? അത് ഫൈനൽ പ്രൈസ് ആണോ? ഫൈനൽ അല്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അതിൽ നമ്മൾ ഇനി സീറ്റ് കവർ മാറ്റി കൊടുക്കും നമ്മൾ. ഈ സീറ്റ് കവേഴ്സ് ഒന്ന് മാറ്റി കൊടുക്കില്ലേ? ഈ ഡ്രൈവർ സീറ്റിന്റെ അവിടെ 2-3 ചെറിയൊരു ഇതുണ്ട്, പാച്ച് പോലെ കയറിയിട്ടുണ്ട്. അതെന്തായാലും മാറ്റി തരുന്നതായിരിക്കും. സോ അതും കൂടി ചേർത്തിട്ടല്ലേ റേറ്റ് ഉണ്ടാവുക? സോ അതും ഇവർ തന്നെ മാറ്റി തരുന്നാട്ടോ പറഞ്ഞത് വണ്ടി എടുക്കുന്ന സമയത്ത്. പെട്ടെന്ന് ഞാൻ എഞ്ചിൻ റൂം ഒന്ന് കാണിച്ചു തരാം ഫ്രണ്ട്സ്. അപ്പോൾ ഇതാട്ടോ വണ്ടിയുടെ നമ്മളെ എഞ്ചിൻ റൂം വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ റൂമാണ് വരുന്നത്. 1.6 പെട്രോൾ എഞ്ചിനാട്ടോ വണ്ടി വരുന്നത്. വണ്ടിയുടെ സൈഡൊക്കെ ആണെങ്കിലും റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. അപ്രോണും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. തട്ടോ മുട്ടോ റീപ്ലേസ്മെൻറ്റോ ഒന്നും വന്നിട്ടില്ല. 2 സൈഡ് അപ്രോണും ഓക്കെയാണ് കേട്ടോ. പിന്നെ പുതിയ ബാറ്ററി തന്നെയാണ് വരുന്നത് വണ്ടിയിൽ. സോ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. നമ്മൾ കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു സെഡാൻ നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് എൻക്വയറി ചെയ്തോളൂ. ബോണറ്റിന് തന്നെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. സോ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ആസ്ക് ചെയ്യുന്ന പ്രൈസ് 280 ആണ് അല്ലേ ഫ്രണ്ട്സ്? അപ്പോൾ നമ്മൾ അടുത്തത് ഷെവർലെറ്റിൻ്റെ ഒരു ബീറ്റ് ആട്ടോ. ഒരു ലോ ബഡ്ജറ്റ് വണ്ടിയാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2012 മോഡൽ. 2012 ആണ്. സെയിം മോഡലാണ്. 2012 മോഡലാണ്. ഇത് ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർ വണ്ടിയാണല്ലേ? ഓക്കെ. കിലോമീറ്റർ ഏകദേശം 81,000 ജെനുവിൻ കിലോമീറ്റർ അല്ലേ? ഓക്കെ. മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ? റീപ്ലേസ്മെന്റും ഇല്ല. നിലവിൽ ഇപ്പോൾ പുതിയ ടർബോ നമ്മൾ ചെയ്തു. ഇതിന് ഡീസൽ വണ്ടിക്ക് കുറച്ച് ടർബോയിന് കുറച്ച് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പുതിയ ടർബോ നമ്മൾ ചെയ്തു. സെക്കൻഡ്സ് അല്ല, ഫ്രഷ് തന്നെ നമ്മൾ ടർബോ ചെയ്തു. ഓക്കെ. പുതിയ ഫ്രഷ് തന്നെ ടർബോ വർക്കൊക്കെ എടുത്ത വണ്ടി കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് പേടിക്കാനൊന്നുമില്ല. ടർബോന്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഡീസൽ വണ്ടിയാണല്ലോ വരുന്നത്. ഓക്കെ. ഇത് ഏകദേശം എത്ര മൈലേജ് കിട്ടും വണ്ടിക്ക്? 22-21 എന്തായാലും കിട്ടും. ഷുവറായി കിട്ടും അല്ലേ? ഓക്കെ. വണ്ടി അത്യാവശ്യം കുഴപ്പമില്ല. നല്ല വൈറ്റിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി. സോ തുടക്കക്കാർ നിലയ്ക്ക് അവർക്കൊക്കെ ലോ ബഡ്ജറ്റിലൊരു വണ്ടി അല്ലേ പ്രിഫർ ചെയ്യാം അല്ലേ? ഒരു ചെറിയ ഫാമിലിക്കൊക്കെ. അലോയ് വീൽസ് എക്സ്റ്റേണൽ ആഡ് ചെയ്തതല്ലേ ഇത്?
പണ്ടത്തെ മോഡൽ നമ്മൾ അലോയ് വീൽസ് ആണല്ലോ വരുന്നത്, നാല് അടിപൊളി അലോയ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല. ബമ്പറിൽ ചെറിയൊരു ടച്ചപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ലോ ബഡ്ജറ്റിൽ ആരെങ്കിലും വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു സ്പോർട്ടി ലുക്കുള്ളൊരു വണ്ടി കേട്ടോ. ഷെവർലെറ്റിൻ്റെ ബീറ്റ്. ഇത് ഫുൾ ഓപ്ഷൻ ആണല്ലോ വരുന്നത്. ബാക്ക് വൈപ്പർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമുക്ക് വേഗം ഇൻറ്റീരിയൽ നോക്കി നോക്കാം. പിന്നെ എൻജിൻ റൂം ഫ്രണ്ട്സ്, ഇൻറ്റീരിയൽ അത്യാവശ്യം കുഴപ്പമില്ല, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമ്മളെ ഗിയർ നോബൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം. പിന്നെ ഒരു സ്റ്റീരിയോ ആഡ് ചെയ്യാനുണ്ടല്ലേ, ഇൻബിൽറ്റ് സ്റ്റീരിയോ, ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഉണ്ടല്ലേ. അപ്പോൾ എടുക്കുമ്പോൾ അത് എന്തായാലും ഫിറ്റ് ചെയ്തിട്ട് കേട്ടോ വണ്ടി എടുക്കുക. നിങ്ങൾക്ക് എന്തായാലും ഹാൻഡ് ഓവർ ചെയ്യുക. അത്യാവശ്യം കുഴപ്പമില്ല. ബ്ലാക്ക് ആൻഡ് റെഡിലുള്ള ഒരു സീറ്റ് കവേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയൽ നീറ്റാണ് കേട്ടോ വണ്ടി. സോ ഒരു തുടക്കക്കാരിൽ നിന്ന് നിലയ്ക്കും അതുപോലെ തന്നെ ചെറിയൊരു 5 ആളുള്ള ചെറിയൊരു ഫാമിലിക്കും എടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്, ലോ ബഡ്ജറ്റ് വണ്ടിയാണ്. ഇത് എന്താ റേറ്റ് ചോദിക്കുന്നത്? ഇത് 1.10. അത് ഫൈനൽ പ്രൈസ് ആണോ? എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. പിന്നെ ഇതിന് ഫിനാൻസ് ഒക്കെ അവൈലബിൾ അല്ലേ? ഇതിനും അതേപോലെ ഫിനാൻസ് ആകുമ്പോൾ ഏകദേശം എത്ര രൂപ കൊടുക്കേണ്ടി വരും ആദ്യം? ഫൈനാൻസ് ആകുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു 75% നമുക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. ബാങ്കും പ്രൈവറ്റും എല്ലാതും ചെയ്തു. പ്രൈവറ്റ് നമ്മൾ പൊതുവെ കേട്ടിട്ടുണ്ട്, നമ്മൾ ഷെവർലെറ്റ് ബീറ്റിൻ്റെ ഒക്കെ ആണെങ്കിലും പാർട്സിൻ്റെ ഒരു അവൈലബിലിറ്റി, പാർട്സ് കിട്ടാൻ വല്ല പാർട്സിന് വലിയ പ്രശ്നം ഇതുവരെ തോന്നിയിട്ടില്ല. നമ്മളിപ്പോൾ ഇപ്പോൾ ഷെവർലെറ്റിൻ്റെ തന്നെ 3, 4, 5 വണ്ടികളുണ്ട്. ഓക്കെ. അതുകൊണ്ടൊന്നും പാർട്സിനായിട്ട് നമുക്കിപ്പോൾ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. അറഫ അങ്ങനത്തെ സ്ഥലത്ത് കൂടിയൊക്കെ നമുക്ക് അവൈലബിൾ ആണല്ലോ പാർട്സും കാര്യങ്ങളൊക്കെ. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് എഞ്ചിൻ റൂം കാണിച്ചു തരാം. സോ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഷെവർലെറ്റിൻ്റെ ഒരു ബീറ്റ് ഫ്രണ്ട്സ് ഇതാട്ടോ. അപ്പോൾ നമ്മൾ വണ്ടിയുടെ എഞ്ചിൻ റൂം വരുന്നത് ഡീസൽ എഞ്ചിനാണ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ വണ്ടി കാണാൻ. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ. പിന്നെ വണ്ടി എടുക്കുമ്പോൾ എന്തായാലും ഇവിടുന്നും അതുപോലെ തന്നെ ഇവരെല്ലാം ചെക്കിങ്ങും വർക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടായിരിക്കും വണ്ടി നിർത്തിയിട്ടുണ്ടാവുക. പക്ഷേ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് പോയിട്ട് നിങ്ങളുടെ അറിയുന്ന വർക്ക്ഷോപ്പിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് വണ്ടി ചെക്ക് ചെയ്തിട്ട് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം വണ്ടി എടുക്കുക കേട്ടോ. ഈ വണ്ടി എന്നല്ല എല്ലാ വണ്ടികളും അങ്ങനെ പൊതുവെ എടുക്കുക. ലോ ബഡ്ജറ്റ് വണ്ടി ആയിക്കോട്ടെ, പ്രീമിയം വണ്ടി ആയിക്കോട്ടെ, എല്ലാ സെഗ്മെൻറ്റ് വണ്ടികളും അങ്ങനെ തന്നെ എടുക്കണം കേട്ടോ. സോ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. നമ്പർ ഞാൻ താഴത്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത് പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഹുണ്ടായുടെ i20 വണ്ടി കേട്ടോ. ഇതെങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2013 മോഡൽ. 2013 ആണല്ലേ? ഓണർഷിപ്പോ? സെക്കൻഡ് ഓണർഷിപ്പ് ആണ് അല്ലേ? കിലോമീറ്റർ ഏകദേശം എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ 1.28. 1.28 ജെനുവിൻ കിലോമീറ്റർ ആണ്. ഒറിജിനൽ നമ്മൾ കേരള രജിസ്റ്റർ വണ്ടിയാണ്. ഒരു ഫാൻസി നമ്പർ ഉണ്ടല്ലേ 58. പിന്നെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ ഒന്നും വന്നിട്ടില്ല അല്ലേ? പിന്നെ വണ്ടി ഇപ്പോൾ കറന്റ് ഇപ്പോൾ നിങ്ങൾ സ്റ്റോക്ക് നിർത്തിയ വണ്ടിയല്ലേ? പർച്ചേസ് ചെയ്ത് വെച്ച വണ്ടിയാണ്. അതാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു ലുക്ക്. പോളിഷ് ചെയ്യാനുണ്ട്. പിന്നെ ഒന്ന് വാഷിങ്ങും ക്ലീനിങ്ങും ഒക്കെ ഉണ്ട് അല്ലേ ബാക്കി? ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ല. ഇത് വീൽ കപ്പ് തന്നെയല്ലേ വരുന്നത്? വീൽ കപ്പ് തന്നെ വരുന്നത്. സോ വണ്ടി ഇപ്പോൾ കിടക്കുന്നത് ഒരു പർച്ചേസ് ചെയ്ത് അതേ കോലത്തിൽ തന്നെയാണ് വണ്ടി കിടക്കുന്നത്. കുഴപ്പമില്ല. അപ്പോൾ ലോ ബഡ്ജറ്റിൽ ആരെങ്കിലും ഒരു i20 ഒരു ഡീസൽ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ടയേഴ്സ് ആണെങ്കിൽ ഏകദേശം ഫ്രണ്ടിൽ ഒരു 35-40% ടയേഴ്സ് ഉള്ളൂ. ബാക്ക് ടയേഴ്സ് ഏകദേശം ഒരു 30% ടയേഴ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. എടുക്കുന്ന ആൾക്കാരെ ടയേഴ്സൊക്കെ ഒന്ന് മാറ്റേണ്ടി വരും. ബാക്കത്തെ നമ്മളൊന്ന് മാറ്റേണ്ടി വരും അല്ലേ? നിങ്ങൾ മാറ്റി കൊടുക്കുമോ അതോ കസ്റ്റമർ തന്നെ ചെയ്തോട്ടല്ലേ? ആയിക്കോട്ടെ. ഓക്കെ. അപ്പോൾ നിങ്ങളെ ബാക്ക് ടയേഴ്സ് ഇവർ തന്നെ നമുക്ക് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ ഇവർ തന്നെ മാറ്റിയിട്ട് വണ്ടി തരും കേട്ടോ. ഇപ്പോൾ വണ്ടിയുടെ നീറ്റ് ആൻഡ് കോല നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ഒരാൾ ഓക്കെ ആണ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ എടുക്കുന്ന സമയത്ത് ഇവർ ടച്ചപ്പും വാഷിങ്ങും പോളിഷും ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ വണ്ടി എന്തായാലും സെയിൽ ചെയ്യുക. പർച്ചേസ് ചെയ്ത് അതേ കണ്ടീഷൻ ആണല്ലേ? നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കൊടുന്നിട്ട വണ്ടിയാണ് കേട്ടോ. മീൻസ് ഇന്ത്യയിൽ അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. സീറ്റ് കവേഴ്സ് ആണെങ്കിലും ഒന്നും കുഴപ്പമൊന്നുമില്ല. വണ്ടി ഒന്ന് പോളിഷ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട് കേട്ടോ. ഏകദേശം ഒരു 9 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീനും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ലോ ബഡ്ജറ്റിൽ ഒരു കുഞ്ഞ് ഫാമിലിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. ഇപ്പോൾ ഒരു എൻക്വയറി ഉള്ള വണ്ടിയാണ് കേട്ടോ i20 ഡീസൽ. ഇതെങ്ങനെ റേറ്റ് വരുന്നത്? ഇത് റേറ്റ് വരുന്നത് നമുക്ക് ഒരു 2.40-2.35 നമുക്ക് ചെയ്യാം. 2.35 റേറ്റ് ഒക്കെ ഉണ്ട് വരുന്നത്. ഫൈനൽ പ്രൈസ് അല്ലല്ലോ, ഇതിൽ നെഗോഷിയേറ്റ് എന്തെങ്കിലും വന്നിട്ട് നെഗോഷിയേറ്റ് കേട്ടോ. അപ്പോൾ 2.35 ഇപ്പോൾ വണ്ടി ആസ്ക് ചെയ്യുന്ന പ്രൈസ്. സോ ലോ ബഡ്ജറ്റിൽ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഒരു ഡീസൽ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ. ഞാൻ പെട്ടെന്ന് എഞ്ചിൻ റൂമും കാര്യങ്ങളൊന്ന് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാട്ടോ നമ്മളെ വണ്ടിയുടെ എഞ്ചിൻ റൂം വരുന്നത്. അപ്പോൾ ഒരു നല്ല പവർഫുൾ എഞ്ചിൻ എന്ന് തന്നെ പറയാം. 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാട്ടോ വണ്ടിയിൽ വരുന്നത്. പിന്നെ സൈഡ് പ്രൊഫൈൽ വരുവാണെങ്കിലും അപ്രോണോ കാര്യങ്ങളോ തട്ടോ മുട്ടോ റീപ്ലേസ്മെൻറ്റ് ഒന്നും വന്നിട്ടില്ല. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ വണ്ടി. മീൻസ് ചില ഷോറൂമിൽ ചിലപ്പോൾ അവർ മീൻസ് ഇവിടെ എഞ്ചിൻ റൂം വാഷ് ചെയ്യും എന്നിട്ട് നല്ല സുന്ദര കുട്ടപ്പനായിട്ടൊക്കെ വയ്ക്കും. പക്ഷേ ഇവിടെ വാഷിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല.
ആ വന്ന ഇങ്ങനെ അതേ കോലം തന്നെയാണ്. പിന്നെ ബോണറ്റും തന്നെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നമുക്ക് വരുന്ന അതേ ബോണറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. സോ ലോ ബഡ്ജറ്റിൽ ആരെങ്കിലും വണ്ടി നോക്കുന്നെങ്കിൽ എന്തെങ്കിലും കോൺടാക്ട് ചെയ്തോളൂ. 235 കേട്ടോ 2013 വണ്ടി. ഫ്രണ്ട്സ്, നിങ്ങൾ ആരെയിലേ നമ്മൾ ചെക്കന്മാരാരേലും ലോ ബഡ്ജറ്റിൽ ഒരു ഡീസൽ ഒരു സെന്ന് നോക്കണമെങ്കിൽ അവർക്കുള്ളതാണ് കേട്ടോ ഈ വണ്ടി. അപ്പോൾ നമ്മൾ ഷോറൂമിൽ ഈ വണ്ടി ഞാൻ ലാസ്റ്റിക്ക് വെച്ചതാണ്. അത്രയ്ക്ക് എൻക്വയറി ഉള്ള വണ്ടിയാണെന്ന് എനിക്കറിയാം. ഡീസൽ വണ്ടി കേട്ടോ, പെട്രോൾ അല്ല, സെന്ന് ഡീസലാണ്. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2003 മോഡൽ. 2003 മോഡലാണ് അല്ലേ? ഓക്കെ, 2004 മോഡലാണ് അല്ലേ? ഓണർഷിപ്പ് എത്ര വരുന്നത്? ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ നമുക്ക് ചോദിക്കാൻ പാടില്ല, എന്നാലും ഏകദേശം എത്ര കിലോമീറ്റർ വരുന്നത് ശ്രദ്ധിച്ചില്ല. എന്തായാലും ഒന്നിന്റെ ഉള്ളിൽ തന്നെ ആവില്ല കിലോമീറ്റർ? ഉള്ളിൽ തന്നെയാണ് അല്ലേ? ഡീസൽ എഞ്ചിനാണ്. റയർ പുറമോടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എന്തെങ്കിലും കുഴപ്പമില്ല. വണ്ടി ഇപ്പൊ നീറ്റ് ആൻഡ് ക്ലീൻ ആണല്ലേ? കണ്ടീഷനൊക്കെ എഞ്ചിനും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ആണ്. 5 കൊല്ലത്തേക്ക് ടെസ്റ്റ് ഉണ്ട്. 29 വരെയൊക്കെ നമ്മൾ ടെസ്റ്റ് എടുത്ത് ലാസ്റ്റ്. ഓക്കെ, പിന്നെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ പുതിയ ഇൻഷുറൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ ടെസ്റ്റ് എടുത്ത വണ്ടിയാണ്. 2029 വരെ വണ്ടി ടെസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഡീസൽ എഞ്ചിൻ ആട്ടോ, അതാണ് ഹൈലൈറ്റ്. നല്ല സിൽവർ കളറിൽ വരുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും എടുത്തിട്ട് മോഡിഫൈ ചെയ്യാനൊക്കെ പറ്റിയ നല്ല അടിപൊളി വണ്ടി ആട്ടോ. വണ്ടി അത്യാവശ്യം കുഴപ്പമില്ല. സൈഡ് പ്രൊഫൈൽ വരികയാണെങ്കിൽ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി. സോ നമ്മൾ പേഴ്സണലി ഇപ്പോൾ ചെക്കന്മാരൊക്കെ ആദ്യം എടുക്കാൻ അല്ലേ ഒന്ന് പ്രിഫർ ചെയ്യുന്ന ഒരു വണ്ടിയാണ് സെന്ന്. ഓക്കെ, സൈഡ് പ്രൊഫൈൽ അത്യാവശ്യം കുഴപ്പമില്ല, നീറ്റാണ്. ടയേഴ്സ്, ബാക്ക് ടയേഴ്സ് അത്യാവശ്യം മാറ്റാറായിട്ടുണ്ട്. ഏകദേശം ഒരു 30-35% മാത്രമേ ടയേഴ്സ് ഉള്ളൂ ബാക്ക് ടയേഴ്സ്. ഫ്രണ്ട് ടയേഴ്സും അതുപോലെ തന്നെ കുഴപ്പമില്ല, ഒരു 50-60% ടയേഴ്സ് ഉണ്ട്. പിന്നെ ടച്ചപ്പോ കാര്യങ്ങളോ അധികം ഒന്നും വന്നിട്ടില്ലല്ലോ? വണ്ടിയിൽ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ക്ലിയർ ആക്കിയിട്ട് ഫുൾ സെറ്റ് ആക്കിയിട്ടല്ലേ കൊടുക്കുള്ളൂ? നിലവിലിപ്പോൾ വണ്ടി പണിയോ കാര്യങ്ങളൊന്നുമില്ല. എഞ്ചിനും കാര്യങ്ങളൊക്കെ പക്കയാണ് കേട്ടോ. സോ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു സെന്ന് വേണമെന്നുള്ളവർ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഇതെങ്ങനെ നമ്മൾ ചോദിക്കുന്ന റേറ്റ്? 85 ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഓഫർ പ്രൈസ് ആണ്. 2004 5 കൊല്ലം പേപ്പറുള്ള വണ്ടി സെന്ന് ഡീസലാണ് കേട്ടോ. ഡീസൽ ഏകദേശം എത്ര മൈലേജ് കിട്ടും? ഏകദേശം ഒരു 22-23 ലിറ്റർ മൈലേജ് കിട്ടും കേട്ടോ. ചെക്കന്മാർക്കൊക്കെ പൊളിച്ച് അടക്കാൻ പറ്റിയ വണ്ടിയാണ്. സോ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. വെറും 85,000 രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് അല്ലേ? സോ വണ്ടി ഉടനെ ഞാൻ പെട്ടെന്ന് ഇന്റീരിയലും എഞ്ചിൻ റൂം ഒന്ന് കാണിച്ചു തരാം. മീൻസ് വണ്ടിയുടെ ഇന്റീരിയലായിട്ട് നമ്മൾ കാണുന്നത് കുഴപ്പമില്ല, അത്യാവശ്യം നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ വരുന്നത് പവർ സ്റ്റിയറിംഗ് വരില്ല, സാധാരണ നോർമൽ സ്റ്റിയറിംഗ് ആണ് വരുന്നത്. പക്ഷേ AC ഒക്കെ പക്ക വർക്കിംഗ് ആണ് കേട്ടോ. അങ്ങനെ കേട്ടോ പറഞ്ഞിട്ടുള്ളത്. AC ഒന്നും കുഴപ്പമില്ല. പിന്നെ അപ്പോൾ ലോ ബഡ്ജറ്റിൽ ആരെങ്കിലും ഒരു സെന്ന് ഡീസൽ നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. സീറ്റ് കവേഴ്സ് ചെറുതായിട്ട് കയറിയിട്ടുണ്ട്. അത് അതിനുള്ള റേറ്റ് തന്നെ അവർ ഏകദേശം പറഞ്ഞിട്ടുള്ളൂ, 85,000 രൂപ മാത്രം കേട്ടോ. അത് ഫൈനൽ പ്രൈസ് അല്ല. നിങ്ങൾ വന്നിട്ട് നമ്മൾ സബ്സ്ക്രൈബറെ പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഡിസ്കൗണ്ട് ചെയ്തിട്ടും തരും കേട്ടോ. ഞാൻ പെട്ടെന്ന് എഞ്ചിൻ റൂമോ കാര്യങ്ങളൊന്ന് കാണിച്ചു തരാം. വേറെ റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പെട്ടെന്ന് എഞ്ചിൻ റൂം ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഇതായിട്ട് നമ്മളെ വണ്ടിയുടെ എഞ്ചിൻ റൂം വരുന്നത്. അത്യാവശ്യം കുഞ്ഞൻ വണ്ടിയാണെങ്കിൽ നല്ല പവർഫുൾ ഡീസൽ എഞ്ചിനാട്ടോ വണ്ടിയിൽ വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ കാലപ്പഴക്കം മീൻസ് വണ്ടിയുടെ പഴക്കത്തിനനുസരിച്ച് പഴക്കമുള്ളൂ. 2004 പഴക്കം മാത്രമേ കാണുള്ളൂ. അല്ലാണ്ട് ഓയിൽ ലീക്കോ കാര്യങ്ങളോ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. പിന്നെ സൈഡ് പ്രൊഫൈലാണെങ്കിൽ അപ്രോണോ കാര്യങ്ങളോ തട്ടോ മുട്ടോ ഒന്നുമില്ല, പൊട്ടോ കാര്യങ്ങളൊന്നുമില്ല. സോ ലോ ബഡ്ജറ്റിൽ ചെക്കന്മാർക്ക് എടുത്തിട്ട് പൊളിച്ചെടുക്കാൻ പറ്റിയൊരു കിഡ് വണ്ടിയാണ്. അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ. ഞാൻ നമ്പർ താഴെ കൊടുക്കാം. ബോണറ്റും കാര്യങ്ങളൊക്കെ എടുത്ത വണ്ടി ഉള്ള ബോണറ്റിന് കേട്ടോ, വേറെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ലേ. സോ ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ആസ്കിൻ്റെ പ്രൈസ് 85 ആണ്. പക്ഷേ എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കൂലേ? എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തരും കേട്ടോ. അടുത്തത് ലോ ബഡ്ജറ്റിൽ ഒരു എസ്റ്റിലാണ് കേട്ടോ. സെൻ എസ്റ്റിയിലെ വണ്ടി കിടക്കുന്നത്. ഒരു കുട്ടി ഇന്നോവ എന്നൊക്കെ പറഞ്ഞ വണ്ടിയാണ് കേട്ടോ, മാരുതി സുസുക്കിൻ്റെ. അത്യാവശ്യം എക്സ്റ്റേണൽ കുഴപ്പമില്ല, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. സെൻ എസ്റ്റിൽ കിടക്കുന്നത് 2009 മോഡലാട്ടോ. പുതിയ ടെസ്റ്റ് എടുത്തിട്ട് ഒരു 90,000 രൂപയ്ക്കാട്ടോ വണ്ടി കിടക്കുന്നത്. സോ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. KL 10 മലപ്പുറം രജിസ്ട്രേഷനിലാണ് വണ്ടി കിടക്കുന്നത്. അപ്പോൾ പുതിയ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് 5 കൊല്ലത്തെ പേപ്പറൊക്കെ ഉള്ള വണ്ടിയാണ്. ഞാൻ പെട്ടെന്ന് ഇൻറ്റീരിയൽ കാണിച്ചു തരാം കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഇൻറ്റീരിയലും കുഴപ്പമില്ല കേട്ടോ, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. സോ ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് 5 കൊല്ലത്തെ പേപ്പറുള്ള വണ്ടിയാണ്. വെറും 90 രൂപ മാത്രമേ ചോദിക്കണുള്ളൂ കേട്ടോ. ഇതിൽ ഫിനാൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. സീറ്റ് കവേഴ്സ് ഇല്ലാതെ കമ്പനി സീറ്റാട്ടോ വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. സോ ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ ലോ ബഡ്ജറ്റിൽ ആരെങ്കിലും വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രിഫർ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് കേട്ടോ. ഈ ലേഡീസിനൊക്കെ വണ്ടി ഒന്ന് ഓടിച്ച് പഠിക്കാനൊക്കെ ഈ വണ്ടി ധാരാളമാണ്. സോ അങ്ങനത്തെ ഒരു എന്തായാലും ഒന്ന് എടുത്തോളൂ. 5 കൊല്ലത്തെ പേപ്പറുള്ള വണ്ടിയാണ് ഫ്രണ്ട്സ്. അപ്പോൾ ലോ ബഡ്ജറ്റിൽ ഒരു സ്വിഫ്റ്റിൻ്റെ എഞ്ചിൻ വരുന്ന, ഒരു കോട്രാജെറ്റ് എഞ്ചിൻ വരുന്ന ഒരു ടാറ്റേൻ്റെ വിസ്റ്റ കേട്ടോ വരുന്നത്.
ഇത് 2011 മോഡലാണ്. ഇതിൻ്റെ റേറ്റ് ചോദിക്കുന്നത് ഏകദേശം 1.10 രൂപ മാത്രം കേട്ടോ വണ്ടി. സോ ഒരു തുടക്കക്കാരെന്ന നിലയ്ക്ക് ലോ ബഡ്ജറ്റിലൊരു വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഒരു കോട്രാജറ്റ് എഞ്ചിനാട്ടോ വരുന്നത്. നല്ല പവർഫുൾ ആയിട്ടുള്ള സ്വിഫ്റ്റിൻ്റെ അതേ എഞ്ചിൻ വരുന്നതാണ്. ടാറ്റേൻ്റെ വണ്ടി ആട്ടോ അത്. ഏകദേശം കാണാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. എക്സ്റ്റീരിയൽ ഏകദേശം കുഴപ്പമില്ല, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഞാൻ പെട്ടെന്ന് ഇൻറ്റീരിയൽ ഭാഗം ഒന്ന് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് PT ഓട്ടോ കൺസൾട്ടൻറ്റ് പറഞ്ഞ ഒരു യൂസ്ഡ് കാർസിൻ്റെ ഒരു ഷോറൂമാണ്. മലപ്പുറം പെരിന്തൽമണ്ണ പറഞ്ഞ സ്ഥലത്താട്ടോ. RT ഓഫീസിൻ്റെ അതേ കോമ്പൗണ്ടിൽ തന്നെ വരുന്ന ഷോറൂമാണ്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടികളാണ് കേട്ടോ. എഞ്ചിൻ ചെക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് വണ്ടി അവർ പർച്ചേസ് ചെയ്യുന്നതും. അതർ സ്റ്റേറ്റിൽ നിന്ന് വണ്ടികളാണെങ്കിലും അങ്ങനെ തന്നെ അവർ പർച്ചേസ് ചെയ്യുന്നത് കേട്ടോ. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഞാൻ വണ്ടീസിൻ്റെ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ വീഡിയോയിൽ വണ്ടീസിൻ്റെ ഡീറ്റെയിൽസ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ ഇവിടുന്ന് എഞ്ചിൻ ചെക്ക് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് പരിചയമുള്ള സ്ഥലത്ത് പോയിട്ട് വണ്ടി ഒരു വർക്ക്ഷോപ്പ് പോയിട്ട് കാണിച്ച് ചെക്ക് ചെയ്തിട്ട് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം വണ്ടി എടുക്കട്ടോ. അത് ഈ വണ്ടി എന്നല്ല, ഏത് ലോ ബഡ്ജറ്റ് വണ്ടി എടുക്കുമ്പോഴും ഏത് പ്രീമിയം വണ്ടി എടുക്കുമ്പോഴും ഇനി ഏത് ഷോറൂമിൽ നിന്ന് എടുക്കുമ്പോഴും നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പ് വരെ കണ്ടിട്ട് എൻക്വയറി മീൻസ് ഇൻസ്പെക്ട് ചെയ്തിട്ട് മാത്രം വണ്ടി എടുക്കുക കേട്ടോ. സോ ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ വണ്ടിക്കും ഫിനാൻസും അവൈലബിൾ ആണ്. ഏകദേശം 1 ലക്ഷം രൂപയുടെ വണ്ടിക്ക് അവരൊരു 75,000-60,000 രൂപ വരെ ഫിനാൻസും പ്രൈവറ്റ് ഫിനാൻസും ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ. സോ താല്പര്യമുള്ളവർ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വീഡിയോ കണ്ടിട്ട് കാറോ അല്ലെങ്കിൽ ബൈക്കോ നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.